ഇതിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടോ? എൻ്റെ കൈയുടെ വലിപ്പമാണ് അതിൻ്റെ വാലിന്. നോക്കി നോക്ക് സംഭവം എന്നെ മുതലാണ്. നീ കൊണ്ടോണ്ടോ? ഉണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് ഭയങ്കര അഹങ്കാരിയാണ്. ഹായ്, നമസ്കാരം. വീണ്ടും നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണത് അന്ന് വന്ന അതേ സ്പോട്ടിൽ തന്നെയാണ്. അന്ന് ന്യായമായിട്ട് കരിമീൻ നമ്മൾ കണ്ടായിരുന്നു. അന്നൊരു 10 കിട്ടിയില്ലേ. അപ്പോൾ അന്ന് ഒരുപാട് മീനെ കണ്ടായിരുന്നു. കുറേ ഒന്നും അടിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വെള്ളം ഇച്ചിരിയും കൂടെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ ഇവിടെ തന്നെ നമുക്ക് ശ്രമിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനും വൈശാഖും കൂടെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് മീനെ കണ്ടിട്ടുണ്ട്. വൈശാഖ് മീനെ കണ്ടിട്ടുണ്ട്. അടിക്കുന്നു. അടിക്കടാ, അന്ന് നേരെ ആവട്ടെ. അതൊക്കെ അവിടെ കനങ്ങാണ്ടിരിക്ക. വേറെ മീനുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന്. 3 ഉണ്ടായിരുന്നല്ലോടാ. ഇപ്പം ആ മീനെ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടു. ഇതാട്ടോ നമ്മളിന്ന് അടിക്കാൻ വന്നേക്കുന്ന സ്പോട്ട്. അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ വോൾഗ ഫിഷിംഗ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ. എന്നാ മോനെ ഷാനുബായി എന്തോ കണ്ടിട്ടുണ്ട് കേട്ടോ. കിച്ചിക്ക ഉണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് ഭയങ്കര അഹങ്കാരിയാണ്. പോയൊന്നുമില്ല, ചന്നം പിന്നെ മരിച്ചോണ്ട് പോകണ്ടില്ലേ. ഫസ്റ്റ് ഒരു പുല്ലനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അക്രമം പുല്ലനാണെന്ന്. സൈസ് പുല്ലനായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കിടലിനൊരു പുല്ല. വെട്ടം കുറവാണ് ആ സൈഡിൽ. നമ്മൾ വെട്ടം കുറവായതുകൊണ്ട് പുല്ലാപ്പിനെ നമ്മൾ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡാർട്ട് ഇതാട്ടോ. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഹാൻഡ് മെയ്ഡ് ഡാർട്ടാണ്. ഈ ഡാർട്ട് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫിഷിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റീല് ഇത് സാധാ മെറ്റൽ റീലാണ് ഉപയോഗിക്കുന്നത്, 1600 രൂപയുടെ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഇത് സ്ലിംഗ് ഷോട്ട്, നമ്മുടെ മിലിറ്ററി സ്ലിംഗ് ഷോട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വൈശാഖ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈശാഖ് ഉപയോഗിക്കുന്നത് മിഷൻ സെയിം മിഷൻ തന്നെയാണ്. മറ്റേ സ്ലിംഗ് കുറച്ച് നമുക്ക് സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ഹാൻഡ് നമുക്ക് കൈക്ക് കുറച്ച് രീതിയിലുള്ള ഗാർഡും കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്ത് പറഞ്ഞു ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത്യാവശ്യം നമ്മുടെ ഗാർഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഓൾറെഡി ഇതിൽ തന്നെ സ്ലിങ്ങിൽ തന്നെ വരുന്ന ഗാർഡ് നമ്മൾ കട്ട് ചെയ്തത് ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വള്ളി കെട്ടിട്ട് അതിന് പറയുന്നത് വള്ളി കെട്ടിട്ട് ഇങ്ങനെ കൈ കയറ്റിയിടുക. പിന്നെ ഡാറ്റ് കണ്ടോ, ഇത് സെയിം ഡാറ്റ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പരീക്ഷണം നടത്തിയായിരുന്നു. കാരണം സ്ലീവ് ഒന്ന് ഇവിടം വരെ ഇട്ടത്തെ ആ സ്ലീവ് കട്ട് ചെയ്ത്, പക്ഷെ നമുക്കത് ഡാറ്റിനകത്ത് ഒത്തിരി അടിക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്, പാടുന്നുണ്ട് വെള്ളത്തിനകത്തേക്ക്. അപ്പോൾ നമ്മളതുകൊണ്ട് അത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. ലോക്കില്ല, ലോക്ക് പുറകോട്ട് ഇറങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പശയിട്ട് ആ കുറച്ച് ബാലൻസ് സെറ്റ് ചെയ്ത് നിർത്തിയേക്കണം. ഇത് നമ്മുടെ 5mm പിന്നെ ലോക്ക് ബിറ്റാണ്, ഡ്രിൽ ബിറ്റ്, കോൺക്രീറ്റ് ലോക്ക് ബിറ്റ് ആട്ടോ. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു പുല്ലം കിട്ടി. നമ്മളിന്ന് ഇവിടെ നിന്ന് സ്കൂട്ടാവുക. ഇനി അധികം മീനൊന്നും കണ്ടില്ല, വെയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് നമുക്കൊന്ന് പോകണം. അപ്പോൾ അങ്ങോട്ട് പോകണം. രാവിലെ ഒന്നും കഴിച്ചില്ല, ഇടയ്ക്കൊന്ന് കയറി കാപ്പി കുടിക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ഫിഷിങ് തുടങ്ങും. ഇവിടെ 2 കരിമീൻ നിൽപ്പുണ്ട് കേട്ടോ. എന്നെ കണ്ട വഴി കരിമീൻ ഓടിച്ചിട്ടടിക്കാം. കരിമീൻ നല്ല ഹെവി കരിമീൻ. എന്തായത് 2 ഉണ്ടാവുക 6 ഉണ്ടാവും. ചെറിയ കേരളമുള്ളൂ.
ഏയ് കീറി പോകണ്ടിരുന്നാ മതി. എൻ്റെ അമ്മ, ഇതെന്നതാ ഇത്? ഇങ്ങനെ ഇരിക്കണം. കരിമീൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കണം. മീനിൻ്റെ വലിപ്പം നിങ്ങളുണ്ടോ? എൻ്റെ കൈയുടെ വലിപ്പമുണ്ട് അതിൻ്റെ വാലിന്. നോക്കി നോക്ക് സംഭവം. ഇതെന്നെ മുതലാന്ന്. ഇച്ചിരി അങ്ങോട്ട് തള്ളി മാറി ഒരു കരിമീൻ നിൽപ്പുണ്ട്. നമുക്ക് ഇപ്പുറം നിന്ന് അടിക്കാൻ പറ്റത്തില്ല. ആ തെങ്ങിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് നമുക്കൊന്ന് അടിച്ചു നോക്കാൻ കിട്ടുമെന്ന്. കൊണ്ടട മോനെ, ഒരു കരിമീനോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കരിമീനാട്ടോ. ഓ, ആദ്യം കണ്ട കരിമീൻ ഇതിലും വലുതായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. രണ്ട് കരിമീൻ നിൽക്കുന്നു. കൊള്ളാണ മച്ചാനെ, വെടിച്ചില്ല. കയറി പോന്നോളും. പതുക്കെ ആട്ടി ആട്ടി നോക്കിക്കോ. അങ്ങനെ തന്നെ. അപ്പോൾ അഴിമോടി പിടിച്ചോ. ആ പോകട്ടെ. ലാംബേ അങ്ങനെ അതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാര്യം പറയാം കേട്ടോ. സ്റ്റക്കായതൊക്കെ പോട്ടെ. അതെ, അത്തപ്പൂ ഇട്ടാ പുള്ളി കയറി വന്നേ. അതെ, കണ്ട അടിപൊളി സാധനം. ഇത് അവിടെ കരിമീൻ കിടന്ന് വട്ടം കറങ്ങണ്ട കേട്ടോ. അപ്പോൾ നേരെ കിട്ടുമ്പോൾ അടിക്കാം. തലക്കെട്ട് ശരിക്കും ആളൊറ്റടിക്ക് പോയി. നമുക്ക് നെക്സ്റ്റ് കരിമീൻ അടിച്ചിട്ടുണ്ട്. ഒറ്റടിക്ക് മർമ്മത്ത കൊണ്ടുവന്ന് ആള് പോയി. റിലേ പോയതാ. പിന്നെ ഇങ്ങനെ കുഷ് ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മീനെ നോക്കി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ പുല്ലിൻ്റെ സൈഡിൽ വെയിലുള്ളതുകൊണ്ട് പതുക്കെ പൊങ്ങി നിൽക്കും. അപ്പം നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ നോക്കി പോവാം. എൻ്റെ പൊന്നെ, ഇതെന്തൂടാ? ഒറ്റ മിനിറ്റ് മിണ്ടല്ലേ വേറെ ഉണ്ടാവും. 3 ഉണ്ടായിരുന്നു. ഇതന്നെ മറ്റായിരുന്നു മുഴുത്ത്. 2 മുഴുത്ത് അടിപൊളി സാധനമാണ്. ഏറ്റവും പാങ്ങിന് വന്നിട്ട് അടിച്ചേ. മറ്റേ പൊളത്ത സാധനമുള്ളൂ. ആഹാ, ഇതടുത്ത് നമുക്ക് അടിപൊളി വേറെ കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓൾഗ ഫിഷിംഗ് ബ്ലോഗർ. അതെ, സാറന്മാർ ഡ്യൂട്ടിക്ക് വന്നേക്കണായിട്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫിഷ് ചെയ്യാൻ കണ്ടപ്പോഴത്തേക്കും എന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും. എല്ലാവരും കൂടിയിട്ടുണ്ട്. അയ്യോ, എന്നാ ഹെഡ്ഷോട്ടാണ് അത്. എടുത്ത് വെട്ടിപ്പിടിച്ചേ. ഒരു 1.5 ഹെഡ്ഷോട്ടായി പോയല്ലോ. നോക്ക്, തല തുളച്ച് ഒരു രക്ഷയില്ല. ഞാനിവിടെ ഇല്ലാണ്ടായി പോയി. കറക്റ്റ് സമയത്ത് പുള്ളി അടിച്ചേ. ഞാൻ കാര്യം പറഞ്ഞ് ഓടി വന്നാ. അതിൽ കരിമീൻ നടപ്പുണ്ട്. നമുക്ക് നോക്കാം. നിക്ക് ഒന്ന് കാണട്ടെ. കണ്ടിട്ടടിച്ചോ. ഇതെല്ലാം സൈസ് ആണ്. എന്താ സൈസ്? എൻ്റെ ക്യാമറ ഓണാണോ നോക്കി. അതെ ആ തിരിയുക. അതൊക്കെ അടിക്കാൻ പാടാട്ടോ. കയറി നോക്കോ. കയറി. ഇതല്ലേ കാണിക്കണേ. എൻ്റെ പൊന്നെ, എൻ്റെ റബ്ബർ പണ്ടേ മാറ്റേണ്ടതായിരുന്നതാ.
എടാ കയറ്റി അടിക്കടാ കമോണ്ട മകേഷ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എന്നെ കാണിക്കണേ കയറി അപ്പുറം പോയി ഞാൻ ഡാറ്റ അപ്പുറം പോണ കാണും ഈ കരുവി ഈ എമ്മണ്ട കരുവി ഈ പോണു ഇറങ്ങേണ്ട ഒരു താഴെ അത് ഇറങ്ങേണ്ട ഒരു കളയല്ലേ ആ ഇറങ്ങാന്നുള്ളൂ കരിമീനുണ്ടായിരുന്നു ഞാൻ ഇതിനടിക്കൂലായിരുന്നു ചോദിച്ചാൽ അത് കരിമീൻ ഞാനത് കരിമീൻ 3 കരിമീൻ നിൽക്കണ്ടില്ലേ സൈസ് കരിമീൻ അവിടെ അനങ്ങല്ലേ ഇനി ഓർമ്മ ഇവിടെ തിരിഞ്ഞു വന്നുണ്ട് ഓർമ്മ അവിടുത്തെ പൊങ്ങിപ്പോണ്ട് കാര്യം പറയാം അതിൽ മുഴുത്തായി താഴെ നിൽക്കണേ ഈ കയറി പോണല്ലേ ഫ്രണ്ടിൽ കൂടോ അത് അവിടെ തന്നെ കയറി ഇതെന്നാ ഇത് ചുമ്മാ കിടന്നു പോകണം ഇത് എങ്ങോടാ ഇത് ഇതാടാ കയറിടാ കയറി അതിൻ്റെ അവസ്ഥ എങ്ങനെ നോക്കണേ മീനെ തലയെ കൂടെ കയറിയേക്കണേ അതാ അതിൻ്റെ അവസ്ഥ ഇനി പറഞ്ഞാലും കുഴപ്പമില്ലോ ഇനി പറഞ്ഞാലും കുഴപ്പമുണ്ടോ അത് ഇതൊക്കെ എപ്പോൾ മാറ്റേണ്ടായിരുന്നു മോനെ റബ്ബർ നേരത്തെ റബ്ബറിൻ്റെ അകത്ത് മാറ്റുന്നത് കുഞ്ഞപ്പൻ നെക്സ്റ്റ് കുഞ്ഞപ്പൻ ആ ഹാ 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 ക്യാമറ ചില സമയത്ത് മറന്നു പോകാൻ ഓണാക്കാൻ ഇടങ്ങാറാവും ചില സമയത്ത് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഇത് നമുക്ക് നിർത്താനുള്ള സമയമായി ഏതാണ്ട് 4:45 കണ്ടായില്ലേ 4:45 ഒരു 10-15 മിനിറ്റോടെ നമ്മൾ നോക്കും എന്നിട്ട് നമ്മൾ പരിപാടി നിർത്തും. കിട്ടിയ മീനൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാര്യമായിട്ടൊന്നുകൂടെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്, അതുപോലെ തന്നെ വാച്ചിങ് അവറും നമുക്ക് ഒത്തിരി കുറവുണ്ട്. അപ്പോൾ എല്ലാവരും കാര്യമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയാൻ മറന്നുപോയി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. കഴിഞ്ഞു. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കിട്ടിയാലും കിട്ടിയാലും വൈകുന്നേരം വരെ നിൽക്കും. തൊടുപുഴയിൽ വീഡിയോ ചാനലുണ്ട്, അപ്പോൾ അതിന് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ വരുമ്പോൾ മുതലാണ്ടേ, പൈസ മുടക്കല്ലേ. ഞങ്ങൾ രണ്ടും ബംഗളൂരാ. സാറെവിടെ താമസിക്കണേ? എറണാകുളത്തല്ലേ? അതെ അതെ. പുല്ലനാ പുല്ലൻ പുല്ലൻ പുല്ലൻ. മാറിക്കോട്ടെ. നീ കൊണ്ടോണ്ടോ? അപ്പോൾ ഇന്നത്തെ ഫിഷിങ് നമ്മൾ നിർത്തി. സാറുമാരോട് പോവാന്നൊക്കെ പറഞ്ഞ് യാത്രയും പറഞ്ഞ് നമ്മൾ പതുക്കെ സ്കൂട്ടാവുകയാണ്. അപ്പോൾ ഇത്ര മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിഷിംഗ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആ ഒരു കരിമീൻ നല്ല സൈസ് കരിമീനാണ്, അത്യാവശ്യം ഹെവി കരിമീനാട്ടോ അത്.